RSS ഗണഗീതം പങ്കുവച്ച സദേൺ റെയിൽവേ. എറണാകുളത്ത് നടന്ന വന്ദേ ഭാരത ഉദ്ഘാടനത്തിലാണ് കുട്ടികൾ RSS ഗണഗീതം പാടുന്ന വീഡിയോ സദേൺ റെയിൽവേ പങ്കുവച്ചത്. സദേൺ റെയിൽവേയുടെ ഔദ്യോഗിക പേജിലാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. നോക്കൂ, വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിലാണ് ഈ RSSന്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ചടങ്ങാണ്. അവിടെ RSSന് എന്താണ് പങ്ക്? അവിടെ RSSന്റെ ഗണഗീതം പാടിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ സംഘവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടലായിട്ട് തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും. കാരണം ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അവിടെ അത് ഔദ്യോഗിക പരിപാടിയാണ്. അവിടെ ഔദ്യോഗിക ചിഹ്നങ്ങളാണ് അല്ലെങ്കിൽ ഔദ്യോഗികമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ RSSന്റെ പാട്ടോ RSSന്റെ പതാകയോ ഉപയോഗിക്കാനുള്ള സ്ഥലമല്ല ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. അമൽനാഥ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. അമൽനാഥ്, RSSും ഇന്ത്യൻ റെയിൽവേയും തമ്മിൽ എന്താണ് ബന്ധം? ഇന്ത്യൻ റെയിൽവേയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ റെയിൽവേയുടെ വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ എന്തർത്ഥത്തിലാണ് RSSന്റെ ഗണഗീതം പങ്കുവച്ചിരിക്കുന്നത്? ഇന്ത്യയുടെ ഔദ്യോഗികമായ ഒരു ബന്ധവുമില്ലാത്തൊരു പാട്ടല്ലേ അത്? അതെന്തിനാണ് ഇവിടെ കൊണ്ട് പങ്കുവയ്ക്കുന്നത്? അതിനെന്ത് വിശദീകരണമാണ് അവർ നൽകുന്നത്? മനു, തീർച്ചയായും ഈ സദേൺ റെയിൽവേയുടെ എക്സ് പേജിലാണ് ഈ വീഡിയോ നിലവിലിപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരുവിലേക്ക് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ സർവീസ് ആരംഭിച്ചത്. അതിൽ കുട്ടികൾക്ക് പ്രത്യേകമായ യാത്രാ സൗകര്യം നൽകിയിരുന്നു. ഈ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ കുട്ടികൾ ഈ ഗാനം ആലപിക്കുകയും ആ വീഡിയോ എടുത്ത് അത് സദേൺ റെയിൽവേയുടെ എക്സ് പേജിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു പരിപാടിയിൽ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക ചിഹ്നങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വാക്യങ്ങളോ ഒക്കെ പ്രചരിപ്പിക്കുന്നത് തെറ്റില്ല. പക്ഷേ RSSന്റെ ഈ ഗണഗീതം അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഒരു അബദ്ധം എന്ന രീതിയിൽ ഒരിക്കലും നമുക്ക് കണ്ണടച്ചു പോകാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ്. അതായത് ഇതിന് മുന്നിൽ കൃത്യമായ ഒരു അജണ്ട ഉണ്ട് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതായത് ഈ കുട്ടികളെ കൊണ്ട് മുന്നേ തന്നെ ഈ RSSന്റെ ഗണഗീതം അത് പഠിപ്പിക്കുകയും അത് ഈ വണ്ടിയിൽ വെച്ച് ഈ ട്രെയിനിൽ വെച്ച് അത് അവരെ കൊണ്ട് പാടിപ്പിക്കുകയും അതിൻ്റെ വീഡിയോ അത് ഷൂട്ട് ചെയ്ത് സദേൺ റെയിൽവേയുടെ ഔദ്യോഗികമായ എക്സ് പേജിൽ അപ്ലോഡ് ചെയ്യുകയുമാണ് ചെയ്തത്. അതിപ്പോൾ നിലവിലിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ ഉദ്യോഗസ്ഥരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അപ്പോൾ അവർ സൂചിപ്പിച്ചത്, ആദ്യഘട്ടത്തിൽ അവർ സൂചിപ്പിച്ചിരിക്കുന്നത് അതുമായി തങ്ങൾക്കൊന്നും അറിയില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് ഔദ്യോഗികമായ എക്സ് പേജിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവില്ലാതെ ഒരിക്കലും അത് നടക്കില്ല എന്നത് ഉറപ്പാണ്. മുന്നേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. RSSന്റെ നയം റെയിൽവേ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നമ്മൾ മുന്നേ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. RSSന്റെ നയം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കുവാനുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ റെയിൽവേയുടെ ഭാഗമായി നടക്കുന്ന ഒരു പരിപാടിയിൽ ഒരിക്കലും RSSന്റെ ഇത്തരത്തിലുള്ള ഗണഗീതം ആലപിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. പക്ഷേ വളരെ കൃത്യമായൊരു അജണ്ട നടപ്പിലാക്കുക എന്നതിന്റെ ഭാഗമായി തന്നെയാണ് കുട്ടികളെ കൊണ്ട് ഇത് പഠിപ്പിക്കുകയും ആ വിഷ്വൽ ഷൂട്ട്, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അമൽ, ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. നോക്കൂ, അവരുടെ മനസ്സിലേക്ക് കൂടി ഈ സംഘാശയങ്ങൾ കൊണ്ട് ഇറക്കുകയാണ്. അവരെ കൊണ്ട് ഇത് പാടിപ്പിച്ച് ഇത് പ്രചരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ ഏറ്റവും ഗൗരവതരമായ വിഷയം. ഏതൊക്കെ തലത്തിൽ സംഘപരിവാർ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുന്നോ അതിനായിട്ട് ഇന്ത്യയുടെ ഔദ്യോഗിക സംവിധാനങ്ങളെയെല്ലാം ഭരണത്തിന്റെ തണലുപയോഗിച്ച് ദുരുപയോഗം ചെയ്യുന്ന ഏറ്റവും ഗൗരവതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്.
മനു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ചെറിയ കുട്ടികളാണ്, അവർക്കത് RSSന്റെ ഗണഗീതമാണോ എന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തതയുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ അവരെ കൊണ്ട് അത് പഠിപ്പിച്ച് അത് അവരെ കൊണ്ട് പാടിപ്പിക്കുകയും കൃത്യമായി അതിൻ്റെ വിഷ്വൽ എടുക്കണമെന്ന് അവർ മുന്നേ തന്നെ പ്ലാൻ ചെയ്യുന്നു. അത്തരത്തിൽ അത് പ്ലാൻ ചെയ്ത് വിഷ്വൽ എടുത്ത് അത് അപ്ലോഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ വന്ദേ ഭാരത് അത് ഒരിക്കലും ഒരു ഔദാര്യമല്ല, അത് കൃത്യമായി കേരള സർക്കാരിൻ്റെ അടക്കം നടപടികളുടെ ഭാഗമായി തന്നെ കേരളത്തിന് ലഭിച്ചതാണ്. പക്ഷേ അതൊരു ഔദാര്യം എന്ന രീതിയിലേക്ക് മാറ്റുവാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മന്ത്രി അബ്ദുറഹ്മാൻ അടക്കം വിശദീകരണം നൽകിയിരുന്നു, മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഒക്കെ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വന്ദേ ഭാരതിൻ്റെ പുതിയ സർവീസ് കൂടി കേരളത്തിന് അനുവദിച്ച് നൽകിയിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ RSSന്റെ നേതൃത്വത്തിൽ അത് അങ്ങനെയല്ല, അത് BJPയുടെ ഒരു ഔദാര്യമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. മുന്നേ തന്നെ ഈ വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മുന്നേ തന്നെ ഉയർന്നു വന്നിരുന്നു. അത് BJPയുടെ ഒരു ഔദാര്യമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ചെറിയ കുട്ടികളെ കൊണ്ട് ഈ RSSന്റെ ഗണഗീതം പഠിപ്പിക്കുകയും അത് ഈ എക്സ്പേജ്, അത് ഔദ്യോഗികമായ റെയിൽവേയുടെ എക്സ്പേജ് ആണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എങ്ങനെ അപ്ലോഡ് ചെയ്തു എന്ന ചോദ്യവുമായി പോകുമ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥരൊക്കെ ആദ്യഘട്ടത്തിൽ പറയുന്നത് തങ്ങൾക്കത് അറിയില്ല എന്നുള്ളതാണ്. മറ്റു ഉദ്യോഗസ്ഥരോട് ചോദിക്കുക അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരോട് ചോദിക്കുക എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷേ മേലുദ്യോഗസ്ഥരുടെ പെർമിഷൻ ഇല്ലാതെ, അല്ലാതെ അവരുടെ അനുവാദമില്ലാതെ ഇത്തരത്തിലുള്ള കാര്യം നടക്കില്ല എന്നത് വളരെ കൃത്യമായ കാര്യമാണ്. അത് മറ്റൊരു പേജിലുമല്ല, ഔദ്യോഗികമായ റെയിൽവേയുടെ പേജിലാണ് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കൃത്യമായ ഒരു വിശദീകരണം എന്തു തന്നെയായാലും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വരേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. ഒപ്പം തന്നെ വലിയ ആരോപണങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ശരി, വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ RSSന്റെ ഗണഗീതം പാടുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് സദേൺ റെയിൽവേ. വിവരങ്ങളാണ് അമല കൊച്ചിയിൽ നിന്ന് നൽകിയത്.